രാഷ്ട്രപതിയുടെ റഫറൻസിൽ ഇന്നും സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൽ വാദം തുടരും. റഫറൻസിനെ എതിർക്കുന്നവരുടെ വാദമായിരിക്കും ഇന്ന് നടക്കുക. ഇന്നലെ വാദത്തിനിടെ സുപ്രീംകോടതി സുപ്രധാന നിരീക്ഷണം നടത്തിയിരുന്നു. ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ല എന്നായിരുന്നു നിരീക്ഷണം. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, ഇന്നലെ സുപ്രീംകോടതി നടത്തിയ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത്തരത്തിൽ ഈ സമയക്രമം അത് മുൻകൂട്ടി തീരുമാനിച്ചാൽ അത് ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ ഭരണഘടനയിൽ നിന്ന് വ്യത്യസ്തമായാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നടപടിക്രമങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും. പക്ഷേ അതങ്ങനെ പറ്റില്ല എന്നുള്ളത് തന്നെയാണോ സുപ്രീംകോടതിയുടെ നിരീക്ഷണമാകുന്നത്? റീജിത്ത് സ്മിത, രാജ്യത്തെ നിയമചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു കേസാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. രാഷ്ട്രപതി റഫറൻസുമായി ബന്ധപ്പെട്ടുള്ള കേസ്. ഇന്നും ആ കേസിലെ വാദങ്ങൾ സുപ്രീം കോടതിയിൽ തുടരും. ഈ പ്രസിഡന്റ് റഫറൻസിനെ എതിർക്കുന്നവരുടെ വാദമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നടക്കുക. കഴിഞ്ഞ ദിവസവും എതിർക്കുന്നവരുടെ വാദമാണ് സുപ്രീം കോടതിയിൽ നടന്നിരുന്നത്. അതിനിടെയാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. നേരത്തെ രാഷ്ട്രപതിയുടെ ഈ സുപ്രീം കോടതിക്ക് അയച്ച 14 സംശയങ്ങൾ, ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അയച്ച കത്തിൽ അതിൽ ഉന്നയിച്ച പ്രധാന കാര്യം അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ഈ വിഷയത്തിലുള്ള ഒരു നിലപാടിനെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണമായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായത്. അതായത് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ഇത്തരത്തിൽ സമയപരിധി എല്ലാ വിഷയത്തിലും നിശ്ചയിക്കാനാകില്ല. മറിച്ച് ഏതെങ്കിലും തർക്കമുണ്ടാവുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ സംസ്ഥാനങ്ങൾക്ക് കോടതിയെ സമീപിക്കാം എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ ഒരു സമയപരിധി രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും മുൻ നിശ്ചയിക്കുന്നതിലൂടെ രാഷ്ട്രപതിയുടെ അധികാരം ഉൾപ്പെടെ കവരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. സംസ്ഥാനങ്ങൾക്ക് ലുള്ള അധികാര ദുർവിനിയോഗത്തിന് ഇത് വഴിവെക്കും എന്ന കാര്യം കേന്ദ്രം വാദങ്ങൾക്കിടെ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം സംസ്ഥാനങ്ങൾ പാസാക്കുന്ന ബില്ലുകൾക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ആവശ്യമാണ്, ഗവർണറുടെ അംഗീകാരമോ ആവശ്യമാണ്. എന്നാൽ അത് ആ ഒരു അംഗീകാരം അത് നിർബന്ധിതമായി മാറ്റുന്നതിലൂടെ ഈ സ്വന്തം വിവേചനാധികാരം ഉപയോഗിക്കാനുള്ള ഗവർണർമാരുടെയും രാഷ്ട്രപതിയുടെയും അധികാരം അതാണ് കവർച്ച ചെയ്യപ്പെടുന്നത്. രാഷ്ട്രപതി ഇത്തരത്തിലുള്ള ബില്ലുകൾ സംബന്ധിച്ച് അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിൽ തീരുമാനമെടുക്കുന്നത് അതിൻ്റെ വിവിധ വശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ അഖണ്ഡത, ഒപ്പം തന്നെ ഫെഡറലിസം, അധികാര വിഭജനം, രാജ്യസുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ ബില്ലുകൾ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത്. എന്നാൽ ഈ ഒരു അധികാരം ഉപയോഗിക്കാനുള്ള രാഷ്ട്രപതിയുടെ അവകാശം അത് ഇത്തരത്തിൽ സമയപരിധി നിശ്ചയിക്കുന്നതിലൂടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു സാഹചര്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എല്ലാ കേസുകളിലും അല്ലെങ്കിൽ എല്ലാ തവണയും ഇത്തരത്തിൽ അധികാരപരിധി നിശ്ചയിക്കാൻ കഴിയില്ല എന്ന കേന്ദ്രത്തിൻ്റെ വാദം അംഗീകരിക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ പരാമർശം. എന്തായാലും വിഷയത്തിൽ ഇന്നും വാദങ്ങൾ സുപ്രീം കോടതിയിൽ തുടരും. അതിനുശേഷം സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന തീരുമാനം എന്തായിരിക്കും ഒരു അന്തിമ വിധി എന്നുള്ളത് ഏറെ നിർണായകമാണ്. സ്മിത, റീജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.